മോഹൻലാലിന്റെ എമ്പുരാന്റെ ഓളങ്ങൾ തിയേറ്ററുകളിൽ അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും എമ്പുരാൻ ഗംഭീര രീതിയിൽ തന്നെ തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. അതും കേരളത്തിലെ പ്രീമിയം തിയേറ്ററുകളിൽ 24 മണിക്കൂറിൽ 13 കൈക്കടുത്തുള്ള ടിക്കറ്റുകൾ BMS ബുക്ക് മൈ ഷോയിലൂടെ എമ്പുരാൻ വിൽക്കുന്നുമുണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്ത് വലിയ ഓളമായി നിൽക്കുമ്പോഴും പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ അടുത്ത മോഹൻലാൽ സിനിമയിലേക്ക് പോയിരിക്കുകയാണ്. തുടരും എന്ന ചിത്രത്തിൽ തരുൺമൂർത്തി സംവിധാനം ചെയ്യാൻ തുടരും എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ചിത്രത്തിന്റേതായി നിരവധി പോസ്റ്ററുകൾ ഇപ്പോൾ തരുൺമൂർത്തി അടക്കമുള്ളവർ പുറത്തുവിടുന്നുണ്ട്. അതിൽ തന്നെ പ്രേക്ഷകരുടെ കണ്ണുടക്കിയത് അടുത്തിടെ പുറത്തു വന്ന ഒരു പോസ്റ്ററിലാണ്. മോഹൻലാലിനെ ഒരു വ്യത്യസ്ത രീതിയിൽ കാണുന്ന ഒരു പോസ്റ്റർ, എന്തൊക്കെയോ നിഗൂഢതകൾ ആ കഥാപാത്രത്തിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്ന് കാണിക്കുന്ന ഒരു പോസ്റ്റർ. ആ ഇരിപ്പ് തന്നെ പഴയ മോഹൻലാലിന്റെ ഗംഭീര ചില സിനിമകളുമായി കണക്ട് ചെയ്യാണ് പ്രേക്ഷകർ. അപ്പോൾ തന്നെ വലിയ പ്രതീക്ഷകളുണ്ട് പ്രേക്ഷകർക്ക്. എന്നാൽ ഈ പ്രതീക്ഷകളെ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ ഇതിന്റെ അണിയറ പ്രവർത്തകർ ഒന്നും തന്നെ ഇതുവരെയും പറഞ്ഞിട്ടില്ല. മോഹൻലാൽ അടുത്തിടെ പറഞ്ഞത് ഒരു ദൃശ്യം കണക്ഷൻ എന്ന രീതിയിൽ ഈ ചിത്രത്തെ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല ഈ ചിത്രമെന്ന് തരുൺമൂർത്തി വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും തരുൺമൂർത്തി നമ്മുടെ മുന്നിലേക്ക് മോഹൻലാലിന്റെ ഈ ചിത്രത്തിലെ ഓരോ പോസ്റ്റർ അവതരിപ്പിക്കുമ്പോൾ അത് പ്രേക്ഷകർ കണക്ട് ചെയ്യുന്നത് പുലിമുരുകൻ പോലുള്ള സിനിമകളുടെ ആ ലുക്കുമായാണ്. ഇതേ ഇരിപ്പാണല്ലോ മോഹൻലാൽ പുലിമുരുകനിലും ഇരുന്നത്. ഇതെന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന രീതിയിൽ അവർ പറഞ്ഞു വെക്കുന്നുമുണ്ട്. പ്രേക്ഷകരുടെ ഓരോ ചിന്ത കാട് കയറുന്നതാണ് നമ്മൾ കാണുന്നതും. ഇപ്പോഴിതാ മറ്റൊരു പോസ്റ്റർ കൂടി അവരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഇടയ്ക്ക് വരുന്ന തുടരും സിനിമയുടെ പോസ്റ്റർ എല്ലാം ആദ്യം നമുക്ക് തന്ന കുടുംബ ചിത്രത്തിൽ നിന്നും നേരെ വിപരീതമായാണ് ഫീൽ ചെയ്യുന്നത്. പണ്ട് ചന്ദ്രോത്സവം സിനിമ അതിനറിയിക്കുന്ന രീതിയിലുള്ള മാർക്കറ്റിങ്ങിന് പകരം മാസ് പരിവേഷം കൊടുത്തുകൊണ്ടുള്ള സ്റ്റിൽസ് മാത്രം പോസ്റ്ററിൽ കുത്തിനിറച്ച് റിലീസ് ചെയ്യിപ്പിച്ച് അവസാനം അതും പ്രതീക്ഷിച്ചു വന്ന ഫാൻസ് ഒന്നടങ്കം കൂകി വിളിക്കുന്നതും നേരിട്ട് കണ്ട് നിർവൃതി അടഞ്ഞതാണ്. അങ്ങനെ ഒന്നായി ഈ സിനിമ മാറരുത് എന്ന് അതിയായി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പല പ്രേക്ഷകരും ഇപ്പോഴത്തെ വ്യത്യസ്ത രീതിയിലുള്ള പോസ്റ്റർ വരുമ്പോൾ അവർ പറയുന്നത്. എന്നാൽ പോസ്റ്റർ നോക്കി ഒരു സിനിമയെ കാണേണ്ട കാര്യമില്ല. കൂടാതെ പഴയ കാലവുമല്ല, ഇപ്പോഴത്തെ കാലത്ത് പ്രൊമോഷന്റെ രീതികൾ വളരെ ചിന്തിച്ചാണ് സിനിമക്കാർ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇപ്പോഴത്തെ ഇങ്ങനത്തെ പോസ്റ്ററുകൾ വരുന്നു? അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന തരുൺമൂർത്തിയെ അടുത്തിടെ നമുക്കൊരു അഭിമുഖത്തിൽ കാണാനും കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ആദ്യം തരുൺമൂർത്തി എടുത്തു പറഞ്ഞത് ഈ ചിത്രം ഏത് ഗണത്തിൽ വരുന്നതാണ് എന്നതാണ്. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ സിനിമകളിൽ ഒന്നാണ് തുടരും. വർഷങ്ങൾക്കിപ്പുറം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന ചിത്രം. 2 സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം എന്നിങ്ങനെ തുടരുമെന്ന സിനിമയ്ക്ക് നിരവധി പ്രത്യേകതകളുണ്ട്. നേരത്തെ ദൃശ്യം പോലെ ഒരു ചിത്രമായിരിക്കും തുടരുമെന്ന് മോഹൻലാൽ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. എന്നാൽ മോഹൻലാൽ പറഞ്ഞതിനെ പിന്നീടുള്ള ചർച്ചകൾ വ്യാഖ്യാനിച്ചതിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറയുകയാണ് തരുൺമൂർത്തി. ഇതിന് കാരണവും സംവിധായകൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. റേഡിയോ മാംഗയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് തരുൺമൂർത്തി ഈ പ്രതികരണങ്ങളൊക്കെ നടത്തുന്നതും. ഒരു കുടുംബം, ഒരു സാധാരണക്കാരൻ, ആളുകൾക്ക് എളുപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാസന്ദർഭങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹം ദൃശ്യത്തിന്റെ കാര്യം പറഞ്ഞത്. ദൃശ്യം പോലെ ഒരു കൾട്ട് ക്ലാസിക് സിനിമയുമായൊന്നും മത്സരിക്കാനോ താരതമ്യം ചെയ്യാനോ പറ്റില്ല ദൃശ്യം പോലെ ഒരു സംഗതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുടുംബം, മക്കൾ എന്നൊക്കെ പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും ഒരു ദൃശ്യം താരതമ്യം വരുമല്ലോ. പക്ഷേ ആ താരതമ്യം വന്നാൽ ഈ സിനിമയ്ക്ക് അത് ദോഷം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ സിനിമയിൽ ലാലേട്ടന്റെ കഥാപാത്രം കടന്നുപോകുന്ന മാനസികമായ സംഘർഷങ്ങളും വൈകാരികമായ നിമിഷങ്ങളുമെല്ലാം ഉണ്ട്. ആ സന്ദർഭങ്ങളെ അടയാളപ്പെടുത്തുന്ന പോസ്റ്ററുകളാണ് നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ സൂചന തന്നെയാണ് തരുൺമൂർത്തി നമുക്ക് നൽകുന്നതും. മാനസികമായ സംഘർഷങ്ങളും വൈകാരികമായ നിമിഷങ്ങളും ഈ ചിത്രത്തിൽ ഉണ്ട് എന്നത്. ഇത് വളരെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ക്യാപ്ചർ ചെയ്യാനും പറ്റിയിട്ടുണ്ടെന്നും തരുൺമൂർത്തി പറയുന്നുണ്ട്. പക്ഷേ അതിൽ ദൃശ്യം പോലെ ഒരു മിസ്റ്ററിയോ ഇൻവെസ്റ്റിഗേഷനോ ഒന്നുമില്ല. പക്ഷേ സിനിമയ്ക്ക് ടെൻഷൻ ഉണ്ട്, ഹ്യൂമറും സംഘർഷവും നല്ല ക്യാരക്ടർ ആർക്കുകളും ഒക്കെയുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള സിനിമയാണ് തുടരും. ലാലേട്ടൻ സത്യസന്ധമായി ആ അഭിമുഖത്തിൽ പറഞ്ഞത് സാധാരണക്കാരൻ സംഗതിയാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ അതിൽ നിന്നും ആളുകൾ എടുക്കുന്നത് ഇതൊരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ചിത്രമായിരിക്കും എന്നതാണ്. ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആയിരിക്കും എന്നാണ്. ഒരിക്കലും ഈ സിനിമയ്ക്ക് ട്വിസ്റ്റ് ഇല്ല. തരുൺമൂർത്തി പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ. തരുൺമൂർത്തിയുടെ വാക്കുകൾ കൃത്യവും വ്യക്തവുമാണ്. ഈ ചിത്രം എന്താണെന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ചിത്രത്തിന്റെ പോസ്റ്ററും എന്താണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്നിരുന്നാലും തരുൺമൂർത്തിയുടെ ആ അഭിമുഖം എല്ലാവരും കേൾക്കേണ്ടതാണ്. ചില സിനിമയെ അതിതീവ്രമായി ഇഷ്ടപ്പെടുന്ന, സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ചിലർ ആ അഭിമുഖത്തെക്കുറിച്ച് വാചാലരാകുന്നത് നമ്മൾ കണ്ടു. സിനിമ സ്വപ്നം കണ്ട് നടക്കുന്നൊരു സാധാരണ മലയാളിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ തരുൺമൂർത്തിയുടെ ഇന്റർവ്യൂ കണ്ടിരിക്കണം. പൃഥ്വിരാജ്, രാജമൗലി മുതൽ ബേസിൽ, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയ എല്ലാ സംവിധായകരുടെയും ഇന്റർവ്യൂ ഞാൻ കാണാറുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ഒരു ഡയറക്ടർ ആകുകയാണെങ്കിൽ ഇവരിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ഗുണപ്പെടുമെന്ന് കരുതി തന്നെയാണ് അതെല്ലാം കാണുന്നത്. പലപ്പോഴും അത്തരം വലിയ സംവിധായകരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ സംവിധാനം എന്നത് എനിക്ക് ഈ ജന്മം പറ്റാത്ത ഒന്നാണെന്നും തോന്നാറുമുണ്ട്. അവിടെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം തരുൺമൂർത്തി വ്യത്യസ്തനാകുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരിക്കൽ ഈ ജന്മത്തിൽ തന്നെ ദൈവം അനുഗ്രഹിച്ചാൽ എനിക്കും ഒരു ഡയറക്ടർ ആകാമെന്ന് തോന്നാറുണ്ട്. തരുൺ അദ്ദേഹം സിനിമയിലേക്ക് വന്ന കഥകൾ പറയുമ്പോൾ എനിക്കൊരു പ്രതീക്ഷ അത് തരുന്നുണ്ട്. അതിനപ്പുറം എന്നെ പോലെ സിനിമയെ സ്നേഹിച്ച, സിനിമയെ സ്വപ്നം കണ്ട ഒരാൾ ഇന്ന് മലയാളത്തിന്റെ അഭിനയ ദൈവത്തെ വഴി കാണിക്കുന്നുവെന്ന്
ഓർക്കുമ്പോൾ കണ്ണു നിറയുന്ന സന്തോഷവുമുണ്ട്. എന്റെ വരുമാനത്തിൽ കഴിയുന്ന കുടുംബത്തെ പട്ടിണിക്കിടേണ്ടി വരില്ലായിരുന്നെങ്കിൽ, തുടരെ ജോലിയും ശമ്പളവും ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഈ ജീവിതം വലിച്ചെറിഞ്ഞ് ഞാനും സിനിമയിലേക്ക് എത്തിയേനെ. തരുൺമൂർത്തി ആ റിസ്ക് ഏറ്റെടുത്ത് വിജയിച്ച ആളാണ്. എനിക്ക് പറ്റാത്ത ആ കയറ്റം ഓടിക്കേറിയ അദ്ദേഹത്തിന് എന്നും സൗദി വെള്ളക്ക പോലുള്ള സിനിമകൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് പറയുന്ന വ്യക്തി ഒരു പോയിന്റ് കൂടി എടുത്തു പറയുന്നുണ്ട്. ഇന്റർവ്യൂകളൊക്കെ ക്ലോസ് ആയി വാച്ച് ചെയ്യുന്ന പല ആൾക്കാരുമുണ്ട്. അവരുടെ ഒരു വീക്ഷണം, അതിനുശേഷം സിനിമ കാണാൻ പോകുന്ന രീതി ഒക്കെ നമ്മൾ ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യക്തമായി കാണാറുണ്ട്. സിനിമയെ കൂടുതൽ സോഷ്യൽ മീഡിയയിലൂടെ പഠിച്ചിട്ട് തന്നെയാണ് ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന, സിനിമയെ സീരിയസ് ആയി സമീപിക്കുന്ന പലരും. ഈ അടുത്ത് പുള്ളിയുടേതായി കണ്ട 2 ഇന്റർവ്യൂവിലും പുള്ളി ഒരേ കാര്യം മാറ്റി പറയുന്നുണ്ട്. തുടരും സിനിമയുടെ കഥ വന്ന വഴിയെ പറ്റിയായിരുന്നു അത്. ഒരിക്കൽ പുള്ളി പറയുന്നത്, തിരക്കഥാകൃത്തായ സുനിൽ 2 പേർ മതിൽ ചാരി ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് നോക്കുന്നിടത്താണ് കഥ ജനിക്കുന്നതെന്നും, മറ്റൊന്നിൽ പുള്ളി പറയുന്നത് ഒരിക്കൽ കൊടുങ്ങല്ലൂർ വഴി പോകുമ്പോൾ അദ്ദേഹം കാറിൽ ചാരി നിൽക്കുന്ന ഒരാളെ കണ്ടിടത്തെന്നാണ് കഥ തുടങ്ങുന്നത് എന്നുമാണ്. ഇതിൽ ഏതാണ് സത്യമെങ്കിലും അതറിയാൻ ഞാൻ തയ്യാറാണ്. ഫാമിലിയായി തിയേറ്ററിൽ പോയി തന്നെ കണ്ടിരിക്കും. ഒരു അഭിമുഖം കഴിഞ്ഞപ്പോൾ ആ സിനിമ കാണാൻ ഉറപ്പിച്ച പ്രേക്ഷകൻ. അല എബ്രഹാം പറഞ്ഞ ഈ വാക്കുകൾ വളരെ വ്യത്യസ്തമായിരുന്നു. നമ്മളെ തരുൺമൂർത്തിയുടെ ആ അഭിമുഖം കാണാൻ പ്രേരിപ്പിക്കുന്ന ചില വാക്കുകൾ. തരുൺമൂർത്തി ഏതാണ്ട് 2 ഇന്റർവ്യൂകൾ ഈ അടുത്തിടയ്ക്ക് കൊടുത്തതും അത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നതും കണ്ടു. തുടരും എന്ന സിനിമയെക്കുറിച്ച് തന്നെയാണ് കൂടുതലും സംസാരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കും അദ്ദേഹം അഭിമുഖങ്ങളിൽ സഞ്ചരിക്കുന്നുണ്ട്. എന്നാലും തുടരും എന്ന സിനിമ കാണാനുള്ള ആകാംക്ഷ തന്നെയാണ് പ്രേക്ഷകരെ ആ അഭിമുഖങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ തുടരും എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് പ്രൊമോഷണൽ പോസ്റ്ററുകൾ വരുന്നതും പ്രേക്ഷകരെ വ്യത്യസ്തമായി ചിന്തിപ്പിക്കുകയും അതിനുള്ള കാരണം വ്യക്തമാക്കുകയും തരുൺമൂർത്തി ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ തിയേറ്ററിൽ കാണാൻ പോകുന്നത്. മോഹൻലാൽ എന്ന ഒരു പെർഫോമറെ നമ്മൾ കാണാൻ പോകുന്നു.